കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തിൽ നടപടിക്കൊരുങ്ങി നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും എടുക്കാച്ചരക്കാകും എന്നുമായിരുന്നു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം. വിഷയത്തിൽ KPCC വിശദീകരണം തേടി. മാസങ്ങൾക്ക് മുൻപുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. LDF ഭരണം തുടരുമെന്നും കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3ാമതാകുമെന്നും തിരുവനന്തപുരം DCC അധ്യക്ഷൻ. കുറെ പ്രവർത്തകർ BJP-യിലേക്കും മുസ്ലിം വിഭാഗം CPIM-ലേക്കും പോകും. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. തച്ചുടുത്താലേ നമ്മൾ 3ാം സ്ഥാനത്ത് പോകുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നറിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശമായിരുന്നു സംഭാഷണത്തിന് പിന്നിലെന്ന് പാലോട് രവി ന്യായീകരിച്ചു. സാധാരണ DCC പ്രസിഡന്റ് അല്ലേ ഈ പ്രവർത്തകർ മുഴുവനും വിളിക്കും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് പരസ്പരം ഉള്ള പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം, എന്നാലേ അസംബ്ലിയിൽ നമുക്ക് ജയിക്കാൻ പറ്റൂ. പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം. നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ്. ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആരും. അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയിരുന്നു. സംസാരിച്ചു, വിഷയം പരിഗണനയിലുണ്ട്. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. 24 തിരുവനന്തപുരം.